നമ്മൾ പലപ്പോഴും കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മമാരാണ് അതിനുത്തരവാദി എന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ അച്ഛനെക്കുറിച്ച് ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? അച്ഛനും ഒരു ചാൻസ് കൊടുക്കണ്ടേ? അതെ, അച്ഛനെ മാർക്ക് ചോദിക്കുന്ന അധികാരിയായി ആരും കണക്കാക്കണ്ട. കുട്ടിയെ പഠന ജീവിതത്തിലെ സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന കരുത്തായി കാണേണ്ടതുണ്ട് എന്ന് എത്ര പേർക്കറിയാം? എൻ്റെ പഠനത്തിൻ്റെ അടിത്തറ നൽകിയത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ തന്ന ആ അടിത്തറയും അമ്മ നൽകിയ മാനസികമായ സപ്പോർട്ടുമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറ. കുട്ടിയുടെ പഠനം വെറുതെ മാർക്ക് മേടിക്കാനുള്ള ഒരു പരിശ്രമമല്ല. നിങ്ങളുടെ വരും തലമുറകൾക്ക് പഠനം ഒരു സംസ്കാരമാക്കാനുള്ള, അവർക്ക് മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കാനുള്ള, അതിജീവനത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും അടിത്തറ സൃഷ്ടിക്കലാണ് എന്ന് ഓർമ്മിക്കുക. അച്ഛൻ മക്കളുടെ പഠനം നോക്കിയാൽ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ഇത് ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറയാം, വിശ്വസിക്കാം. പക്ഷേ അവനവൻ്റെയാണ് എക്സ്പീരിയൻസ് ആകുന്നത്. നമ്മൾ നേടേണ്ടതും അതാണ്. നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ അനുഭവങ്ങൾ നേടേണ്ടത്. ഒരു വീട്ടിൽ കുട്ടി പഠിക്കാതെ ഇരിക്കുമ്പോൾ സാധാരണയായി ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയുമോ? നീ അവൻ്റെ പഠനം ഒന്നും നോക്കുന്നില്ലേ? അമ്മയോട്. കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാലും അമ്മയോട് ചോദിക്കും. ഹോംവർക്ക് തീർന്നില്ലെങ്കിലും അമ്മയോട് ചോദിക്കും. പരീക്ഷയുടെ തീയതി അച്ഛൻ അറിയില്ലെങ്കിലും റിസൾട്ട് വരുമ്പോൾ ചോദിക്കും, ഇത്രയും മാർക്ക് കുറഞ്ഞതെങ്ങനെ? പക്ഷെ അച്ഛന്മാരോട് ഞാൻ ഇന്ന് വളരെ സ്നേഹത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കുട്ടിയുടെ പഠനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? പണം മുടക്കി ട്യൂഷന് വിടുന്നതല്ല. നിങ്ങൾ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലായാൽ മതി, കുട്ടി നന്നായി പഠിക്കാൻ തുടങ്ങും. ഇത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കേട്ടോ. കുട്ടിക്ക് എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു കൊടുക്കണ്ട അച്ഛൻ. ദിവസവും കുറച്ച് സമയം കുട്ടിയുടെ അടുത്തിരുന്ന് നീ എന്താണിന്ന് പഠിച്ചത്, ഞാൻ പഠിച്ച കാലത്ത് ഇതിങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. കുട്ടിക്ക് സന്തോഷമാകും. നിനക്ക് എന്താണ് മനസ്സിലാകാത്തത്? നിന്നെ ഞാൻ എന്തെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചാലോ? കുട്ടിക്ക് എന്ത് സന്തോഷമാണെന്നറിയുമോ? പല കുഞ്ഞുങ്ങളും പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് പറയാറുള്ള കാര്യം കൂടിയാണിത്. അച്ഛൻ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ. തീർച്ചയായും ഓരോ കുഞ്ഞും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ബാല്യത്തിൽ ഇങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അത് അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിലും അമ്മയുടെ കാര്യത്തിലാണെങ്കിലും ഈ വോയിസ് കേൾക്കുന്നയാൾ ചിന്തിക്കുക, എന്നെ അമ്മ ഇങ്ങനൊന്ന് കരുതിയിരുന്നെങ്കിൽ, അച്ഛൻ ഇങ്ങനെയൊന്ന് കരുതിയിരുന്നെങ്കിൽ, ചേച്ചിയോ ചേട്ടനോ ഉണ്ടെങ്കിൽ അവരിങ്ങനെയൊക്കെ ഒന്ന് കരുതിയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കുകയില്ലായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിവിടെ പറയാൻ എളുപ്പമാണ് പല കാര്യങ്ങളും. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞോർക്കേ അതിൻ്റെ ദണ്ണം അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സ്വതന്ത്രമായിട്ട് കമൻ്റ് എഴുതുക. നിങ്ങളുടെ അനുഭവമാണ് നിങ്ങളെ പല പാഠങ്ങളും പഠിപ്പിച്ചത്, അല്ലേ? നമുക്ക് നോക്കാം ഒരച്ഛന് എങ്ങനെയൊക്കെ മക്കളെ സഹായിക്കാനാവുമെന്ന്. ഒരച്ഛൻ കുട്ടിയുടെ പഠനത്തിൽ സ്നേഹത്തോടെ പെരുമാറിയാൽ കുട്ടിയുടെ മാർക്ക് മാത്രമല്ല മാറുന്നത്, കുട്ടിയുടെ മനസ്സും മാറും, ആത്മവിശ്വാസം മാറും, സ്വയം കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ടാവും. അതോടെ അമ്മയുടെ ടെൻഷൻ കുറച്ച് കുറയും, അമ്മയുടെ മാനസികാവസ്ഥ മാറും,
വീട്ടിലെ അന്തരീക്ഷം മാറും. പതിയെ ആ കുടുംബത്തിന്റെ ഭാവി തന്നെ മാറും. അതെ, അതാണ് ലേണിംഗ് ഫെസ്റ്റിവലിന്റെ ബേസിസ് എന്ന് പറയുന്നത്. പഠനം അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. നമ്മുടെ പല വീടുകളിലും കുട്ടിയുടെ പഠനം എന്നത് അമ്മയുടെ സ്വകാര്യ വകുപ്പ് പോലെയാ. അമ്മ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയല്ലേ. അവര് മാനസികമായിട്ട് തളർന്നു പോയാൽ പോലും അവര് അത് വിട്ടുകൊടുക്കില്ല ആർക്കും. അച്ഛനോട് പറഞ്ഞ് ഒന്ന് പകർത്തെഴുതുന്നത് നോക്കാൻ പറഞ്ഞുകൂടെ? എന്താ കുഴപ്പം? അങ്ങനല്ലേ പണ്ടൊക്കെ നമ്മളെല്ലാവരും പഠിച്ചു വന്നതും. ഹോംവർക്ക് ചെയ്തോ, പുസ്തകം എടുത്തോ, പരീക്ഷയ്ക്ക് പഠിച്ചോ, ബാഗ് തയ്യാറാക്കിയോ, പ്രോജക്റ്റ് പൂർത്തിയാക്കിയോ, ടിഫിൻ ബോക്സ് ബാഗിൽ വെച്ചോ, ടീച്ചർ എന്ത് പറഞ്ഞു, ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അമ്മ. സത്യത്തിൽ ഒരമ്മ ഇത്രയേറെ അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അച്ഛൻ ജോലി ചെയ്ത് പണം കൊണ്ടുവരുന്നു എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. കുടുംബം നോക്കുന്നത് ഉത്തരവാദിത്തമാണ്. ചില സ്ത്രീകളും അങ്ങനെ തന്നെയാണ് കുടുംബം നോക്കുന്നത്. അതെല്ലാം നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ കുട്ടിക്ക് സാമ്പത്തിക സുരക്ഷ മാത്രം പോരാ. കുട്ടിക്ക് വീട്ടിൽ എല്ലാവരും കുട്ടിയെ പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നണം. എൻ്റെ ജീവിതത്തിൽ അച്ഛന് താല്പര്യമുണ്ട് എന്ന വൈകാരിക സുരക്ഷ ബോധ്യപ്പെടണം. അച്ഛൻ കുട്ടിയുടെ പുസ്തകം തുറക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിലൊരു സന്ദേശം രൂപപ്പെടണം. എൻ്റെ അച്ഛന് എൻ്റെ പഠനം പ്രധാനമാണ്, എൻ്റെ ഭാവി അച്ഛന് പ്രധാനമാണ്, എനിക്ക് ബുദ്ധിമുട്ട് വന്നാൽ അച്ഛൻ എൻ്റെ കൂടെയുണ്ട്. ഈ ബോധം കുട്ടികളുടെ ഉള്ളിൽ വലിയൊരു മാനസിക ശക്തിയായി മാറും. ഒന്നാമത്തെ മാറ്റം എന്താണെന്നറിയണ്ടേ? കുട്ടിയുടെ സുരക്ഷാബോധം വർദ്ധിക്കും. കുട്ടികൾക്ക് പഠിക്കാൻ ആദ്യം വേണ്ടത് ഭയമല്ല, സുരക്ഷയാണ്. ജീവിതത്തിൽ അച്ഛൻ എടുക്കുന്ന എഫേർട്ടാണ് കുട്ടിയെ ധൈര്യത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തി നേടിക്കുന്നത്. വീട്ടിലെപ്പോഴും കുറ്റപ്പെടുത്തലും താരതമ്യവും വഴക്കുമാണെങ്കിൽ, അതുമല്ല കുട്ടിയുടെ പഠനത്തിന്റെ പേരിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ എന്താ നടക്കുക? കുട്ടിയുടെ തലച്ചോറ് പഠനത്തിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ തിരിക്കില്ല. അതിൻ്റെ ഒരു ഭാഗം എപ്പോഴും സ്വയം സംരക്ഷിക്കാനായിരിക്കും ശ്രമിക്കുക. ഇനി ആരായിരിക്കും എന്നെ വഴക്ക് പറയുന്നത്? മാർക്ക് കുറഞ്ഞാൽ എന്താകും? ചില കുട്ടികൾ പ്രോഗ്രസ് കാർഡ് കിട്ടിയിട്ടും വീട്ടിൽ പറയാതിരിക്കില്ലേ? മാർക്ക് കിട്ടിയാൽ പറയാതിരിക്കില്ലേ? അതൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. അച്ഛൻ എന്നെ ശിക്ഷിക്കുമോ? ഈ ഭയത്തിനിടയിൽ കുട്ടി പുസ്തകം തുറന്നാലും മനസ്സ് തുറക്കില്ല. പക്ഷെ അച്ഛനടുത്തിരുന്ന് മാർക്ക് എന്തായാലും ആദ്യം നമുക്ക് നിന്റെ പ്രശ്നം മനസ്സിലാക്കാം, ഞാനില്ലേ നിന്റെ കൂടെ എന്ന് ചോദിച്ചാൽ വേറെ ലെവലാകും നമ്മുടെ കുഞ്ഞ്. നിനക്ക് എവിടെയാണ് ബുദ്ധിമുട്ട്? നിനക്കൊന്ന് തെറ്റിപ്പോയതുകൊണ്ട് നീ മോശം കുട്ടിയാകുന്നില്ല എന്ന് പറഞ്ഞു നോക്കിക്കേ. കുട്ടിയുടെ നെർവസ് സിസ്റ്റം ശാന്തമാകും. ശാന്തമായ മനസ്സിനാണ് പഠിച്ചത് സ്വീകരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് അച്ഛൻ്റെ ആദ്യത്തെ ജോലി പഠിപ്പിക്കലല്ല, കുട്ടിക്ക് പഠിക്കാനുള്ള സുരക്ഷിതമായ മാനസികാവസ്ഥ സൃഷ്ടിക്കലാണ്. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റിൽ എഴുതാം കേട്ടോ. എന്തായാലും നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അച്ഛൻ പഠിപ്പിച്ചാലും അമ്മ പഠിപ്പിച്ചാലും ടീച്ചർ പഠിപ്പിച്ചാലും അതല്ല കുട്ടി തന്നെ പഠിച്ചാലും മക്കൾ നന്നായിട്ടിരിക്കണം. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, അവരുടെ അതിജീവന ശേഷിയിലും അവർ മികച്ചവരായിരിക്കണം. അതേ ഉള്ളൂ ലെറ്റ്യൂഡിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ മാറ്റം എന്താണെന്ന് അറിയണ്ടേ? പഠനം അമ്മയുടെയും കുട്ടിയുടെയും കൂടിയുള്ള യുദ്ധമാകണ്ട. പല അമ്മമാരും രാവിലെ മുതൽ രാത്രി വരെ കുട്ടിയുടെ പിന്നാലെയാണ്. പഠിക്കാനിരിക്കൂ, എഴുതി തീർക്കൂ, മൊബൈൽ മാറ്റി വയ്ക്കൂ, നാളെ പരീക്ഷയല്ലേ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി പഠിക്കുന്നത് കണ്ടില്ലേ. ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയേണ്ടി വരുമ്പോൾ അമ്മയുടെ ശബ്ദത്തിൽ ക്ഷീണവും ദേഷ്യവും വരും. കുട്ടി അതിനെ സ്നേഹമായി ഒരിക്കലും കാണില്ല, നിയന്ത്രണമായി കാണും. അങ്ങനെ പഠനം കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറുമ്പോൾ കുട്ടിയെ കൊണ്ട് പഠിക്കാനാവില്ല, അമ്മയും തളർന്നു പോകും. ഈ സമയത്ത് അച്ഛൻ അമ്മയെ കുറ്റപ്പെടുത്താതെ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു ഭാഗം ഏറ്റെടുത്താൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഉദാഹരണത്തിന്,
എല്ലാ ദിവസവും രാത്രി 7:30 മുതൽ 8 വരെ ഞാൻ മോൻ്റെ കൂടെ ഇരുന്നോളാം, അല്ലെങ്കിൽ ഞാൻ മോളുടെ കൂടെ ഇരുന്നോളാം. ഒന്ന് പറഞ്ഞു നോക്കൂ. ഈ ആഴ്ചയിലെ പഠന പദ്ധതി ഞാനും കുട്ടിയും ചേർന്ന് തയ്യാറാക്കാം. അതെ, ഒരു വീക്കിലി പ്ലാൻ ഉണ്ടാവുമല്ലോ. തിങ്കളാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞായറാഴ്ച അച്ഛനും മക്കൾക്കും കൂടി ഇരുന്ന് ചെയ്തുകൂടെ? എന്നിട്ട് നിങ്ങളതൊരു ചാർട്ടൊക്കെ ചെയ്ത് ചാർട്ടിലൊക്കെ വരച്ച് കുട്ടിയുടെ പഠനമേശയിലൊന്ന് വെച്ച് നോക്കിക്കേ. കാര്യങ്ങൾ മാറുന്ന കാണണ്ടേ? സ്കൂളിൽ എന്താണ് നടക്കുന്നതെന്ന് ആഴ്ചയിലൊരിക്കൽ അച്ഛന് ചോദിക്കാമല്ലോ. ഇങ്ങനെ ചെയ്താൽ അമ്മയ്ക്ക് ശ്വാസം വിടാനുള്ളൊരു അവസ്ഥയുണ്ടാവും. അമ്മമാർ എല്ലാം തലയിലേറ്റ് നടക്കുന്ന ഒരു ഭാവത്തിലാണ് നടക്കുന്നത്. പക്ഷേ അവിടെ അമ്മ ശാന്തമായാൽ കുട്ടിയോട് അവരുടെ പെരുമാറ്റം ശാന്തമായി മാറും. നമ്മുടെ കുഞ്ഞുങ്ങളാ, അവർക്ക് വേണ്ടത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതായത് അച്ഛൻ കുട്ടിയുടെ പഠനത്തിൽ പങ്കാളിയാകുമ്പോൾ അദ്ദേഹം ഒരു കുട്ടിയെ മാത്രമല്ല സഹായിക്കുന്നത്, ഒരമ്മയുടെ മാനസിക ഭാരം കൂടി കുറയ്ക്കുകയാണ്. മൂന്നാമത്തെ മാറ്റം, കുട്ടിയുടെ ആത്മവിശ്വാസം ഉയരും. ചില കുട്ടികൾക്ക് ഉള്ളിലൊരു വിശ്വാസമുണ്ട്, എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന്, ഞാൻ കണക്കിൽ മോശമാണെന്ന്, എനിക്ക് ഓർമ്മയില്ല എന്ന്. ഇത്തരം വാക്കുകൾ കുട്ടി പറയുമ്പോൾ പലരും ഉടൻ പറയും, നീ പഠിക്കാത്തതുകൊണ്ടല്ലേ, നീ ശ്രമിക്കാത്തതുകൊണ്ടല്ലേ. പക്ഷേ അച്ഛൻ കുട്ടിയുടെ ചെറിയ പുരോഗതി ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, കാര്യങ്ങൾ മാറും. കഴിഞ്ഞ ആഴ്ച നീ 5 മിനിറ്റാണ് പഠിച്ചത്, പക്ഷെ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചു നീ 15 മിനിറ്റ് ഒറ്റയിരുപ്പിനിരുന്ന് പഠിച്ചു. ഈ ഒരൊറ്റ വാക്ക് അച്ഛൻ പറഞ്ഞാൽ മതി, കുട്ടി നന്നായി പഠിക്കാൻ തുടങ്ങും. ഈ ചോദ്യം നിനക്ക് ആദ്യം അറിയില്ലായിരുന്നു അല്ലേ, പക്ഷെ നീ സ്വയം ചെയ്തപ്പോൾ അത് നിനക്കറിയാൻ പറ്റി. ഇങ്ങനെയും ചോദിക്കാം. മാർക്ക് കുറവാണെങ്കിലും നീ ശ്രമിച്ചത് ഞാൻ കണ്ടു. കുട്ടിക്ക് അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ ശ്രദ്ധിക്കണം, നീ ജീനിയസ് ആണെന്നല്ല പറയേണ്ടത്. നിന്റെ പരിശ്രമം മെച്ചപ്പെട്ടു, നീ വിട്ടുകൊടുക്കാതെ വീണ്ടും ശ്രമിച്ചു, തെറ്റ് കണ്ടെത്തി തിരുത്തി എന്നാണ് പറയേണ്ടത്. ഇത് കുട്ടിക്ക് പ്രധാനപ്പെട്ട സന്ദേശം നൽകും. എൻ്റെ കഴിവ് സ്ഥിരമായ ഒന്നല്ല, എനിക്ക് പരിശീലനത്തിലൂടെ സ്വയം മെച്ചപ്പെടുത്താം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ ഇതിൻ്റെ ബാക്കിയുമായിട്ട് ഞാൻ എത്തും. ഓവർലോഡ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം തന്നെ 12 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മക്കളുടെ പഠനവും ശീലങ്ങളും എല്ലാം. നമുക്കൊന്നിച്ച് ഒറ്റക്കെട്ടായി നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാം. ഇവിടെ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നതിനപ്പുറം വിജയത്തിലേക്കുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത്.